ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി നിങ്ങൾ ലാസ്റ്റ് കണ്ട വ്ളോഗ് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ശ്രീയും ചേട്ടനും കൂടെ റെഡിയായി അവിടെ പോകുന്നില്ല, അവർ ചില്ലിയാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അതൊക്കെ പോയി കഴിഞ്ഞ് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും ഞാൻ ഉറങ്ങി കേട്ടോ. കിടക്കാനുള്ള പരിപാടിയായി, കാര്യം നല്ല ടയേർഡായിരുന്നു. എന്നിട്ട് അതേ ഇപ്പം ഞാൻ എണീറ്റു. ശ്രീയൊക്കെ ഉറക്കമാണ്, ശ്രീയും ചേട്ടനും എല്ലാവരും ഉറക്കമാണ്. അങ്ങനെ അവരെനിക്ക് തോന്നി എത്തിയപ്പോഴത്തേന് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ എത്ര മണിയായിട്ടുണ്ടാവും, 3-3:30 ആയിട്ടുണ്ടാവും തോന്നുന്നു രാവിലെ. അപ്പോൾ അവരിപ്പോൾ ഉറക്കമാണ്. അപ്പോൾ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല, നമ്മൾ നേരെ ബ്രഞ്ചിനേക്ക് പോകട്ടോ. അതെന്താ സംഭവം ഞാനും ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ എണീറ്റിട്ടുണ്ട്. ഇപ്പോൾ സമയം 8:20 കണ്ടായെന്ന് തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പം എല്ലാവരും എണീറ്റ് ചായയൊക്കെ കുടിക്കുമോ എനിക്കറിഞ്ഞൂടാ. എനിക്ക് ചായ കുടിക്കാൻ തോന്നുന്നുണ്ട് കാരണം എൻ്റെ തൊണ്ടയൊക്കെ ആയ സീനായിട്ട് എനിക്ക് തോന്നുന്നു. എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റൊക്കെ അപ്പോൾ എനിക്ക് ഒട്ടും വയ്യാന്ന്, ഭയങ്കര തലകറക്കം. അന്നോട്ട് എനിക്ക് വയ്യാണ്ടതാണ് കേട്ടോ. ഇപ്പോഴും ശരിയായിട്ടില്ല, ത്രോട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ആയിട്ടിരിക്കുകയാണ്. കാരണം ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ നാരങ്ങ വെള്ളവും തണുത്ത നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ പ്രശ്നമായി. ഞാൻ ഇന്നലെ കണ്ണൊന്നും കഴുകിയ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കയറി കിടന്നു, കാര്യം ടയേർഡാണ്, ഉറങ്ങണം. നമ്മുടെ മറ്റേ കപ്പ് സിറപ്പൊക്കെ കുടിച്ചിട്ട് ഞാൻ രാത്രി കിടന്നതാണ്. അപ്പം എനിക്ക് ടെൻഷൻ വെച്ചാൽ എല്ലാം തനക്കുട്ടി ഇടയ്ക്ക് കരഞ്ഞാലും എനിക്ക് എണീക്കാൻ പറ്റുമെന്നായിരുന്നു. പക്ഷേ എണീറ്റായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മെനിഞ്ഞാന്ന് ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു. മെനിഞ്ഞാന്ന് ഭയങ്കര ഉറക്കമായിരുന്നു ശ്രീ പറഞ്ഞു. രാത്രി കുടിച്ചിട്ട് കിടന്നപ്പോഴത്തേന് കപ്പ് സിറപ്പ് കുടിച്ചിട്ട് കിടന്നപ്പോഴേ. പിന്നെന്താ, അവിടെ ഷിറ്റു ബഹളം വയ്ക്കുന്നു വെളിയിലോട്ട് ഇറങ്ങാനായിട്ട്. ഞാനെ വിളിച്ചതാണേ, പക്ഷെ അവൾ വന്നില്ല. അല്ലേ, ഇന്നലെ നമ്മൾ മറ്റേ മെയിൻലാൻഡ് ചൈന എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റിൽ പോയല്ലോ. അവിടെ നമ്മൾ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേന് നമ്മൾ അവിടുത്തെ ഷെഫിനെ കണ്ടു കേട്ടോ. പുള്ളിക്കാരൻ നമ്മൾ എന്താ പറയുക സംസാരിക്കുകയൊക്കെ ചെയ്യും, നല്ല ഫുഡാണെന്നൊക്കെ പറഞ്ഞിട്ട്. പുള്ളിക്കാരൻ ഇങ്ങോട്ട് നമ്മുടെ അടുത്ത് കുറേ നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഓഡിയോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ മൈക്കിൻ്റെ റിസീവർ വന്നിട്ട് കണക്റ്റഡ് ആയിരുന്നു. അപ്പോഴത്തേന് എനിക്കറിയത്തില്ല എന്ത് പറ്റിയതാണ്, കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പുള്ളിക്കാരൻ പറഞ്ഞൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നല്ല ഫുഡായിരുന്നു കേട്ടോ. മെയിൻലാൻഡ് ചൈനയിൽ അടിപൊളി ഫുഡായിരുന്നു. എന്തോ ഒരു ടേസ്റ്റാണ്. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇത്രയും അടിപൊളി ഒരു ചൈനീസ് ഫുഡൊക്കെ കഴിക്കുന്നത്. അത്രയും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, അടിപൊളിയാണ്. ശരിക്കും ഗുരുഗ്രാമിലും അവർക്ക് ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഇവിടുന്ന് 30 കിലോമീറ്റർ ഉണ്ട്. ബ്ലോക്കൊക്കെ കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴത്തേനും ഒരു 1-1.5 സമയം എടുക്കും. അപ്പോൾ സരോജിനി മാർക്കറ്റിലാണ് ഞാൻ ഇതിൽ പോകുമെന്ന് പറഞ്ഞത്. അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ പോകാൻ പറ്റില്ല, കാരണം തനിക്കുട്ടി കുറച്ച് കഴിയുമ്പോൾ തന്നെ കരയാനൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഞാനൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് എപ്പോൾ വേണം പോകാമല്ലോ എന്തെങ്കിലും മേടിക്കാനൊക്കെ ആയിട്ട്. ചേച്ചി കുറച്ച് ഡ്രസ്സും ചേച്ചിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. ഇന്ന് നമ്മൾ ബ്രഞ്ചിന് പോവും. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ തന്നെ ആണെന്ന് തോന്നുന്നു. കാര്യം അവർ നാളെ രാവിലെ ഡൽഹിക്ക് പോവാണ്, കുറച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. എന്നിട്ട് അവരെനിക്ക് തോന്നുന്നു വെനസ്ഡേ ഓർ തേഴ്സ്ഡേ ആണെന്ന് തോന്നുന്നു വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടുത്തെ കുറച്ച് ദിവസം ഇവിടെ നമ്മൾ കുറച്ച് കറങ്ങുന്നുണ്ടാവും. അത് കഴിഞ്ഞ് അവർ സാറ്റർഡേ തിരിച്ച് പോകും കേട്ടോ. അങ്ങനെയാണ്. ഇനി ചായ ഇടണം. എനിക്കാണെങ്കിൽ ത്രോട്ട് എന്തോ പോലെ ആയതുകൊണ്ട് ചായ കുടിച്ചില്ലെങ്കിൽ രാവിലെ നിൽക്കുമ്പോൾ ചായ കുടിച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ്.
അങ്ങനെ പിന്നെ എന്തുണ്ട് വിശേഷം? താനിക്കുട്ടി ഇടയ്ക്ക് രാവിലെ ലേറ്റായിരുന്നേ. എനിക്കാണെങ്കിൽ എണീക്കാനേ ഇങ്ങനെ ഫീഡ് ചെയ്ത് ഇടയ്ക്ക് ഇങ്ങനെ ക്രാങ്കൊക്കെ ആയി കുറച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കരയുന്നുണ്ടായിരുന്നേ. എന്നിട്ട് ഫീഡ് ചെയ്ത് അങ്ങ് ഉറക്കി. പിന്നെ അവിടെ കിടന്ന് ഉറങ്ങും. അപ്പം കമന്ന് കിടന്ന് ഉറങ്ങുന്നതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കോളും. അങ്ങനെ എൻ്റെ ലിപ്പൊക്കെ കണ്ടു അങ്ങനെ ഡ്രൈ ആയി. അവിടെ ഭയങ്കര ഡ്രൈനെസ്. ലിപ്പം വിട്ടുള്ള കുറച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ ഡ്രൈ ആവുന്നുണ്ട്. പിന്നെ ഇന്നലെ ആ മാർക്കറ്റിലൊക്കെ എന്തോരം തിരക്കായിരുന്നു. അയ്യോ ഭയങ്കര തിരക്കാണ്. പക്ഷെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഡ്രസ്സിനൊക്കെ അടിപൊളി കളക്ഷനുണ്ട്. നല്ല കളക്ഷൻസ് ഉണ്ട്. എന്തോരം നല്ല വെറൈറ്റി ഡ്രസ്സുകളാണ്. അയ്യോ ഒന്നും ലാസ്റ്റ് ആയിട്ടാണ്. പക്ഷെ നല്ല ഹെവി ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ ഷരാര പോലത്തെ, അതുപോലെ അനാർക്കലി മോഡലൊക്കെ അല്ലേ. അനാർക്കലി മോഡല്, പിന്നെ സൽവാർ ടൈപ്പ്, അങ്ങനത്തെ ഹെവി സാധനങ്ങളൊക്കെ ലാസ്റ്റ് ചെയ്യും കേട്ടോ. കാര്യം അതൊന്നും നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്തിട്ട് ഒരുപാടിട്ടിങ്ങനെ അലക്കുന്നില്ലല്ലോ. അപ്പം ലാസ്റ്റ് ചെയ്യും. പക്ഷെ മറ്റേ ഡ്രസ്സുകളൊക്കെ നമ്മളിങ്ങനെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ അലക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ ക്വാളിറ്റി പോവും. പക്ഷെ കൊള്ളാം, നല്ല ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഡൽഹിയിൽ പോവുകയാണെങ്കിൽ ഇവിടെ ഒന്ന് പോയി നോക്കാം കേട്ടോ. നല്ല കളക്ഷൻ ഉണ്ട്. പിന്നെന്താ, പിന്നെ ഒന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ ബ്രഞ്ചിന് പോകുന്നതൊക്കെ കാണാം കേട്ടോ. അവരൊക്കെ എണീക്കുന്നതേ ഉള്ളൂ. അവരിനിപ്പോൾ എണീക്കുമോ? ബ്രഞ്ചെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയും ഇടയിലുള്ള സാധനമാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും 10-11 മണിയൊക്കെ ആവും തോന്നുന്നു എണീറ്റ് വരുമ്പോൾ. അറിയില്ല, നോക്കാം. ചിറ്റു 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 എന്തുവാ കൈയൊക്കെ നോക്കുന്നത്? പൂ നക്കിക്കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പം ഇൻഫെക്ഷൻ ആണോ എന്ന് നമ്മളിങ്ങനെ വിചാരിക്കും. അന്നേരമൊക്കെയാണ് പോയി പൂ നക്കുന്നത്. ഒരുപാട് പൂ നക്കുന്നത്. അപ്പോൾ വൃത്തിയായിട്ടൊക്കെ ഇരിപ്പുണ്ടോ? എല്ലാം വൃത്തിയാക്കി വെച്ചേക്കാണ്. പൂച്ചേനെ പോലെ എല്ലാം നക്കി തുളച്ച് വെച്ചേക്കാം. അല്ലേ ഷിറ്റു? ഷിറ്റുവിൻ്റെ ഹെയറൊക്കെ പോയപ്പോൾ എന്തോ ഭയങ്കര ഇഷ്ടം. പിന്നെന്താണ്? പിന്നെ ഒന്നുമില്ല. ഞാൻ ചായ ഇടണോ വേണ്ടിയോ എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. താനിക്കുട്ടിയുടെ ബോട്ടിലൊക്കെ കഴുകാനുണ്ട്. അതൊക്കെ അങ്ങ് റെഡി ചെയ്ത് നേരത്തെ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ സെറ്റാണല്ലോ. ഓക്കെ, അപ്പം ചേട്ടാ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ എണീറ്റിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മളിത് ചായയൊക്കെ ഇട്ട് കുടിച്ച് തനിക്കുട്ടിക്ക് ഞാൻ കുറച്ച് സ്നാക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു, റെഡിയാക്കി. നമ്മളിത് റെഡി ആവാനായിട്ട് പോയി. നമ്മുടെ ബ്രഞ്ചിന് പോകണമെന്നല്ല പറഞ്ഞത്, അത് മാറിയിട്ട് ലഞ്ചായി കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ പോകാനായിട്ട്. വെളിയിലിറങ്ങി നമ്മൾ കൊണ്ടിരിക്കുക. ഇടയ്ക്ക് ഒരു തമാശയൊക്കെ ഒന്ന് വെളിയിൽ പറയാൻ പറ്റാത്ത ഒരു തമാശ കണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ ചിരിച്ചിരിച്ചത് ചേച്ചിക്ക് ചിരി സഹിക്കാൻ വയ്യാണ്ട് കണ്ണിക്കൂടിയൊക്കെ വെള്ളം വന്ന് ചേച്ചി കരഞ്ഞ് കുളിച്ചെന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് നമ്മൾ വന്നിരിക്കുന്നത് എവിടെയെന്നറിയോ? പഞ്ച്ഗോൺ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിലാട്ടോ. ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ്. നമുക്കിന്നൊരു വെജിറ്റേറിയൻ കഴിക്കാനായിട്ട് ആഗ്രഹം. അപ്പോൾ നമ്മൾ ഗുരുഗ്രാമിൽ നിന്നൊരു 30 കിലോമീറ്റേഴ്സ് കൊണ്ടുണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക്. ഒരു ജയ്പൂർ നമ്മുടെ ഹൈവേ വഴിയാട്ടോ ഇങ്ങോട്ടേക്ക് വരിക. ഇവർക്ക് ശരിക്കും നോർത്ത് ഇന്ത്യൻ ഭക്ഷണമുണ്ട്, സൗത്ത് ഇന്ത്യൻ ഭക്ഷണം കിട്ടും, ചൈനീസ് ഉണ്ട്, ഇറ്റാലിയൻ ഉണ്ട്, എല്ലാം കിട്ടും കേട്ടോ. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ ഭക്ഷണം കൊള്ളത്തില്ലായിരുന്നു. നവരാത്രി താലി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നല്ല അഡ്വർടൈസൊക്കെ ചെയ്തിട്ടുണ്ട് റെസ്റ്റോറൻറ്റിൻ്റെ പുറത്ത് തന്നെ. സംഭവം എന്നറിയോ? അൺലിമിറ്റഡ് താലി എന്ന് പറഞ്ഞിട്ട് ഇവർ റൈസും റൊട്ടിയും മാത്രമേ തരുള്ളൂ. കറി തീർന്നു കഴിഞ്ഞാൽ ഇവർ തരില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം. അത് പക്ഷെ മോശമായിട്ടുള്ള കാര്യമല്ലേ? അത് ഓൾറെഡി ഓർഡർ എടുക്കാൻ വന്ന പുള്ളിക്കാരനെ നമ്മളോട് മെൻഷനും ചെയ്തിട്ടില്ല. പുള്ളിക്കാരൻ്റെ ആറ്റിറ്റ്യൂഡും അത്ര നന്നായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതും ഒരു പ്രശ്നം. ഭക്ഷണവും കൊള്ളത്തില്ലായിരുന്നു. നമുക്കിഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആകെ മൂഡ് പോയിട്ടുണ്ടായിരുന്നു. ശ്രീൻ്റെ മൂഡ് ആകെ പോയിട്ടുണ്ടായിരുന്നു.
പിന്നെ ഒരു സംഭവം ഇത്രയൊക്കെ ഉള്ളൂ, റെസ്റ്റോറൻറ്റിനെ പറ്റി ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. സ്റ്റാർട്ടേഴ്സായിട്ട് ഓർഡർ ചെയ്തത് പനീർ ടിക്ക, പനീർ പക്കോട, പിന്നെ ഒരു ഐറ്റം കൂടെ ഉണ്ടായിരുന്നു, എനിക്കതിൻ്റെ പേരറിയില്ല. അതായിരുന്നു കേട്ടോ. പക്ഷേ അതിൽ പിന്നെ ലസ്സി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ചെറിയ ലസ്സി ഓർഡർ ചെയ്ത്. ഞാൻ സംഭാരം കേട്ടോ ഓർഡർ ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംഭാരം. ലസ്സി എനിക്കിഷ്ടമല്ല, കാരണം ദഹിയും മധുരവും കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. പിന്നെ ഇത് പ്രശ്നം ഇതാണ്, ഓർഡർ ചെയ്യാൻ വന്ന പുള്ളിക്കാരൻ അവിടെ എന്താണെന്നുള്ള കാര്യം അറിയില്ല. പുള്ളിക്കാരൻ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് എടുത്ത് പറഞ്ഞിട്ടില്ല താലിയുടെ ഇങ്ങനെ ഒരു പ്രശ്നമാണ്. കാരണം എല്ലാവരും അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ എല്ലാവരും ഓർഡർ ചെയ്യും. പക്ഷേ ലാസ്റ്റ് പിന്നെ നമ്മൾ ചോദിക്കുമ്പോൾ അവർ ഇങ്ങനത്തെ ഒരു മറുപടി പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു ബാഡ് ഫീലിംഗ് തോന്നും. അത് അങ്ങനത്തെ ഒരു പ്രശ്നം. അപ്പം ശ്രീൻ്റെ മൂഡ് ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പിന്നെയാണ് അറിയുന്നത്. അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പറയാം കേട്ടോ. രാവിലെ എണീറ്റപ്പോൾ പ്രശ്നമൊന്നും നിങ്ങൾ കണ്ടില്ലേ വീഡിയോയിൽ. പോകാൻ നേരത്ത് റെഡിയായി പോകുന്ന നേരത്ത് ചെറിയൊരു പേഴ്സണൽ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. പേഴ്സണാണോ, എനിക്ക് പേരൊന്നും പറയാനില്ല. വിളിച്ചപ്പോൾ പുള്ളിക്കാരി ഇങ്ങോട്ട് തന്ന ഒരു മറുപടി എന്ന് പറയുന്നത്, സംസാരിക്കാനായിട്ട് വിളിച്ചതാണ്, പക്ഷെ വിളിച്ചപ്പോഴത്തേന് പുള്ളിക്കാരി ഇങ്ങോട്ട് തന്ന സംസാരം വല്ലാത്ത രീതിയിലുള്ളൊരു സംസാരമായിരുന്നു കേട്ടോ. അതായത് പുള്ളിക്കാരിക്ക് എന്തോ ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ ഒരു രീതിയിൽ സംസാരിച്ച് ശ്രീനെ വിട്ടു. അത് ഞാൻ റെക്കോർഡിങ് കേട്ടായിരുന്നു. അത് ഭയങ്കര എനിക്കൊരു വിഷമം തോന്നി ശ്രീൻ്റെ അടുത്ത്. പിന്നെ ശ്രീനെ മനസ്സിലാക്കാത്തവർ മാത്രമേ ആകെ മനസ്സിലാക്കാത്ത ഒരാളെ എനിക്ക് ഉള്ളൂ എന്ന് എനിക്കിപ്പം മനസ്സിലായി. കാരണം പുള്ളിക്കാരി അങ്ങനത്തെ രീതിയിൽ ശ്രീനോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാര്യം ഞാൻ അതിനെപ്പറ്റി ഞാൻ ചോദിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് പോലും ശ്രീ എന്നോട് ഇതുവരെ സമ്മതിച്ചിട്ടുണ്ട്. അതെനിക്കിപ്പോഴും എനിക്ക് തികട്ടി നിൽപ്പുണ്ട്. അതാണ് സംഭവം. അപ്പോൾ അതങ്ങ് വിട്ടേക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ദേ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതിന് ഷോപ്പുണ്ട്. പിന്നെ ദേ ഒരു നമ്മുടെ വാഷ്റൂം ഉണ്ട്, നല്ല വാഷ്റൂം കേട്ടോ. പിന്നെ ദേ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ ഇപ്പോൾ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതേ നമ്മൾ വെളിയിലേക്ക് നമ്മൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഈ കയറുന്ന എൻട്രൻസിൽ തന്നെ അവർ മറ്റേ നവരാത്രിയുടെ മറ്റേ ഈ താലീനെ പറ്റിയൊക്കെ അഡ്വർടൈസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ അവർ പറയുന്നില്ല എങ്ങനെയാണ് അൺലിമിറ്റഡ്, അതുകൊണ്ട് എനിക്ക് നമുക്ക് അങ്ങോട്ട് അത് അത്ര ഇഷ്ടമായില്ല. ഫുഡും നല്ല ആയിരുന്നില്ല കേട്ടോ. ആ സ്റ്റാർട്ടേഴ്സ് ആകെ ആ രണ്ടെണ്ണം എനിക്കിഷ്ടമായുള്ളൂ. ബാക്കി പിന്നെ ഫുഡൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇതിൻ്റെ പുറത്ത് തന്നെ ഇതേ അടുത്ത് തന്നെ ബോഡി ഷോപ്പ് ഉണ്ട്, പിന്നെ അഡിഡാസിൻ്റെ സ്റ്റോറുണ്ട്, പിന്നെ സ്റ്റാർബക്സ് ഉണ്ട്. അങ്ങനെ നല്ലൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള കുറച്ച് ഷോപ്പൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഗോ കാർട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ചേച്ചിക്കും ചേട്ടനും ഷൂ എടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അവരങ്ങോട്ടേക്ക് പോയി. ഞാനും ശ്രീയും കൂടി ഇങ്ങോട്ടേക്ക് വന്നത്, അതായത് ഗോ കാർട്ടിങ്ങിലേക്ക്. അപ്പം നമുക്കിത് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നല്ല വെയിറ്റ് ചെയ്ത് ഒരുപാട് പേര് വെയിറ്റിങ്ങിലുണ്ടായിരുന്നു, ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് കാറിലേക്ക് പോകുന്നത്, ശ്രീക്ക് തലവേദന എടുക്കുന്നത്, പോയി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ശ്രീ കിടന്ന് ഉറങ്ങി. ഞാൻ തലക്കുടിക്ക് ഫീഡൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ വ്ളോഗ്. പിന്നെ നാളെ ചേച്ചിയും ചേട്ടനും 2 ദിവസത്തേക്ക് ആഗ്രയിലൊക്കെ കറങ്ങാൻ പോവാം. അപ്പോൾ നിങ്ങൾ അടുത്ത വ്ളോഗിൽ നമുക്ക് ബാക്കി കാണാം. ഓക്കെ, അപ്പോൾ ടാറ്റാ, ബൈ ബൈ.